I am Vijay Nair, former officer Food Corporation of India. Current affairs in new video like Swagalam. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഇൻ ഹിസ്റ്റോറിക് ലീപ്പ് ഇന്ത്യൻ ആസ്ട്രോനോട്ട് ഹെഡ്സ് ടു ISS എന്ന് പറയുന്ന ന്യൂസ് ആണ്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ISS അതിലേക്ക് പോകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ട് ശുഭാംശു ശുക്ല മാറുന്നു. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ആക്സിയം 4 എന്ന് പറയുന്ന ഒരു മിഷനെയാണ് ഉപയോഗപ്പെടുത്തിയത്. ആക്സിയം 4 എന്ന് പറയുന്ന മിഷൻ ആക്സിയം എന്ന് പറയുന്ന ഒരു കമ്പനി തന്നെയാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് ആക്സിയം 4 എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അത് ഇന്റർനാഷണൽ ഈ നമ്മളുടെ ISRO ആണ് ഈ മിഷനിലേക്ക് നമ്മളുടെ ശുഭാംശു ശുക്ലയെ കൂടെ സെൻഡ് ചെയ്യുന്നത്. മോർ ദാൻ 500 crores സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ശുഭാംശു ശുക്ല ഒരാൾക്ക് വേണ്ടിയിട്ട്. അതിന്റെ കാരണം മറ്റൊന്നും അല്ല, ഇന്ത്യയുടെ ഗഗൻയാൻ എന്ന് പറയുന്ന സ്പേസ് മിഷൻ 2027 ഹ്യൂമൻ സ്പേസ് മിഷനാണ്. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ആണ് 2027 ഇന്ത്യ നടത്താൻ പോകുന്ന ഗഗൻയാൻ. അപ്പൊ ആ ഗഗൻയാനിന് മുന്നോടിയായിട്ട് ഇന്ത്യയുടെ ഈ പറഞ്ഞ സെലക്ടഡ് ആയിട്ടുള്ള ആസ്ട്രോനോട്ട്സിന് ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഇതിന് കിട്ടുക, ഈ പറഞ്ഞ സ്പേസ് മിഷനിൽ കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ആക്സിയം 4 മിഷനിലേക്ക് ശുഭാംശു ശുക്ലയെ നമ്മൾ സെൻഡ് ചെയ്യുന്നത്. അപ്പോ ആ ന്യൂസ് ആണ് ഇവിടെ ഉള്ളത്. വേറെ അതിലൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. അപ്പം 2027 ഇന്ത്യയുടെ ഗഗൻയാൻ മിഷൻ നടക്കാൻ പോകുന്നത്. അപ്പോ വേറൊന്നും പറയാനില്ല. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ ക്യാപ്സൂളിലാണ് സ്പെൻഡ് ചെയ്തേക്കുന്നത്. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ ക്യാപ്സൂളിലാണ് ഈ നാല് പേരുണ്ട് ഈ മിഷനിൽ. ശുഭാംശു ശുക്ല അല്ലാതെ വേറെ 3 പേരും കൂടെ ഉണ്ട് അവരെ സെൻഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതാണ് അവിടെ പറയാനുള്ളത്. വേറെ ന്യൂസ്, GST കൗൺസിൽ സെറ്റ് ടു ഡിസ്കസ് ഹാവിംഗ് fewer items in 12% slab എന്നൊരു ന്യൂസ് കാണാം. GST കൗൺസിൽ, വാട്ട് ഈസ് GST കൗൺസിൽ? GST കൗൺസിൽ is the empowered body to take policy decisions regarding implementation of GST in India. You all know what is GST. GST is the indirect tax system in India, which started in 2017 July 1st. That's why July 1st is also known as GST Day. GST was started in 2017 July 1st. That's why July 1st is also known as GST Day. So to make policy decisions regarding GST, there is one council that is known as GST Council, and chairperson is Finance Minister of India. GST Council chairperson is Finance Minister of India, and the members of this GST Council are state finance ministers. സ്റ്റേറ്റുകളുടെ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ആണ് അതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് അത്രയധികം പറയാനുള്ളൂ GST കൗൺസിലായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പൊ അതിന്റെ അടുത്ത മീറ്റിംഗ് നടക്കാൻ പോയാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. ഇനി അതിന്റെ അടുത്ത പേജിൽ പോവാം. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ സിറ്റി പേജ് എന്ന് പറഞ്ഞാൽ ഡൽഹി സിറ്റിയെ കുറിച്ചുള്ള പേജാണ്. അതിന്റെ ആവശ്യം നമുക്കില്ല. ഡൽഹിയുടെ ചീഫ് മിനിസ്റ്ററിന്റെ ഒരു ഫോട്ടോ ഇവിടെ കാണാം. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞുള്ള രേഖ ഗുപ്തയാണ് ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ. അത് കഴിഞ്ഞ് അതിനടുത്ത പേജിൽ പോകുമ്പോൾ സിദ്ധരാമയ്യയുടെ പേരുണ്ട്. ഈ അടുത്ത സ്റ്റേറ്റ്സ് പേജാണ് അടുത്ത പേജ് എന്ന് പറഞ്ഞാൽ. സ്റ്റേറ്റ്സ് പേജിൽ സിദ്ധരാമയ്യയുടെ ഫോട്ടോ ഉണ്ട്. സിദ്ധരാമയ്യ ആരാണ്? ഫോട്ടോ ഇല്ല, പേരുണ്ട്. സിദ്ധരാമയ്യ കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ കേരള ഗവൺമെന്റും കേരള രാജ്ഭവനും തമ്മിലുള്ള അടിയെ കുറിച്ചുള്ള ന്യൂസും കാണാം. കേരള ഗവൺമെന്റും കേരള രാജ്ഭവൻ എന്ന് പറഞ്ഞാൽ ഗവർണറിന്റെ വസതിയാണല്ലോ രാജ്ഭവൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗവർണറുടെ ഓഫീസും ഒക്കെ അവിടെയാണ്. അപ്പൊ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ്. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും കേരള ഗവൺമെന്റും തമ്മിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. ഈ ഭാരതാംബയുടെ ആ ഒരു പിക്ചർ ഫോട്ടോ ഒഫീഷ്യൽ ഫംഗ്ഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നതിന്റെ പേരിൽ അത് തെരുവിൽ ഇപ്പം അത് ആ ഒരു പ്രശ്നം അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകളും കാണാം. അത് കഴിഞ്ഞ് അടുത്ത പേജിൽ പോകുമ്പോൾ ഇന്നലെ അടിയന്തരാവസ്ഥയുടെ 50th ആനിവേഴ്സറി ആയിരുന്നു. 1975 ജൂൺ 25 അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ അനൗൺസ് ചെയ്യപ്പെട്ടത്. അതിന്റെ 50th ആനിവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ട് വേരിയസ് സ്റ്റേറ്റുകളിൽ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. നിതീഷ് കുമാറൊക്കെ ആ സമയത്ത് ജയിലിൽ കിടന്ന ലീഡറാണ്. നിതീഷ് കുമാർ ഇപ്പൊ ബീഹാറിന്റെ ചീഫ് മിനിസ്റ്റർ ആണ്. അദ്ദേഹം അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ഇന്നലത്തെ അടിയന്തരാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ചില സ്റ്റേറ്റ്മെന്റുകൾ ന്യൂസിൽ കാണാം. അപ്പൊ നിതീഷ് കുമാർ ചീഫ് മിനിസ്റ്റർ ഓഫ് ബീഹാർ ഈസ് ഗോയിങ് ടു ഇലക്ഷൻ ദിസ് ഇയർ. അപ്പം ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഒരു സ്റ്റേറ്റ് എന്നും ഉള്ള പ്രത്യേകതയും ഉണ്ട് ഏതിനാണ് ബീഹാറിന്. പിന്നെ ഇവിടെ രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ്. രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ ആരാണ്? ഭജൻലാൽ ശർമ്മ. രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ ആരാണ്? ഭജൻലാൽ ശർമ്മ. എന്ന് മാത്രമല്ല, രാജസ്ഥാൻ ഇന്ത്യയിലെ ലാർജസ്റ്റ് സ്റ്റേറ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ആണ് രാജസ്ഥാൻ. അതിന്റെ ചീഫ് മിനിസ്റ്റർ ഭജൻലാൽ ശർമ്മയാണ്. അത് കഴിഞ്ഞ് അതിന്റെ അടുത്ത പേജിൽ പോകുന്ന അതിന്റെ അടുത്ത പേജ് ഒരു പരസ്യമാണ്. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ എഡിറ്റോറിയലാണ്. എഡിറ്റോറിയൽ പേജിൽ ഫസ്റ്റ് എഡിറ്റോറിയൽ ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിലെ ഏറ്റവും വലിയ ന്യൂസിനെ കുറിച്ച് തന്നെയാണ് എഡിറ്റോറിയൽ. ആ എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ ക്വാളിഫൈഡ് ചേർന്ന എഡിറ്റോറിയലിന്റെ പേര് ശുഭാംശു ശുക്ലയുടെ മിഷനെ കുറിച്ചാണ്. ഏത് മിഷൻ? ആക്സിയം 4 മിഷൻ. അദ്ദേഹം എങ്ങോട്ടേക്ക് പോയി? ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയി. ഹി ബിക്കേം ദ ഫസ്റ്റ് ഇന്ത്യൻ
to go to International Space Station. At the same time, you should understand another fact that you all know, I think. The first Indian to go to space was Rakesh Sharma. First Indian to go to space was Rakesh Sharma. Rakesh Sharma was sent to space by Russia. റഷ്യയാണ് അദ്ദേഹത്തിന് സെൻഡ് ചെയ്തത്. പക്ഷേ ഫസ്റ്റ് ഇന്ത്യൻ ടു go to International Space Station is Shubhamshu Shukla, and Shubhamshu Shukla was sent to space station by NASA, America. ഓക്കെ, അപ്പൊ എന്തായാലും ജൂൺ 25 ശുഭാംശു ശുക്ല ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയത്. അങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്ന ആദ്യത്തെ മനുഷ്യനായിട്ട് മാറി. നാസയുടെ ഫ്ലോറിഡ സ്പേസ് പോർട്ടിൽ നിന്നാണ് അദ്ദേഹം പോയത്. ആക്സിയം 4 എന്നാണ് ആ മിഷന്റെ പേര്. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരൻ ഈ പറഞ്ഞ സ്പേസിലേക്ക് രാകേഷ് ശർമ്മയ്ക്ക് ശേഷം പോകുന്നത്. രാകേഷ് ശർമ്മ 1984 പോകുന്നത്. ഡ്രാഗൺ ക്രൂ ക്യാപ്സ്യൂള് അത് സ്പേസ് എക്സിന്റെ ആണ്. ആ ഒരു ലോഞ്ച് വെഹിക്കിളിലാണ് അവർ പോകുന്നത്. അപ്പോ ഇന്ന് ജൂൺ 26 അത് അവിടെ എത്തും. അതുപോലെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പോകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായി ശുഭാംശു ശുക്ല മാറുന്നു. അടുത്ത 2 ആഴ്ച ശുഭാംശു ശുക്ല അവിടെ സ്പെൻഡ് ചെയ്യും. എന്ന് മാത്രമല്ല, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ കുറെ എക്സ്പെരിമെന്റ്സ് ഒക്കെ അദ്ദേഹം നടത്തുകയും ചെയ്യും ആക്സിയം 4 മിഷന്റെ ഭാഗമായിട്ട്. അപ്പോ അതില് കുറച്ച് പേലോഡ്സ് ഒക്കെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO എന്നുള്ള കുറച്ച് സംഭവങ്ങളും ഉണ്ട് ഈ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട്. അപ്പോ ശുഭാംശു ശുക്ലയുടെ വേറൊരു പ്രത്യേകത, ഇന്ത്യയുടെ മെയ്ഡൻ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് മിഷനായ ഗഗൻയാനിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന ആളാണ്. അദ്ദേഹം ആയിരിക്കും മിക്കവാറും ഫസ്റ്റ് ചോയ്സ് ടു ഗോ ടു സ്പേസ്. ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ 2027. എന്താണ് ഗഗൻയാൻ. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് ഇതിനു വേണ്ടിയിട്ട് 548 കോടി രൂപയാണ് ശുഭാംശു ശുക്ല ആക്സിയം 4 മിഷൻ വഴി സെൻഡ് ചെയ്യാൻ ചെലവാക്കിയത്. 20,200 crore ആണ് ISROയുടെ ഗഗൻയാൻ മിഷന്റെ ചെലവായിട്ട് കണക്കാക്കപ്പെടുന്നത്. 20,200 കോടി രൂപ. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഒരു ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് കിട്ടാനാണ് ശുഭാംശു ശുക്ല ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് വിട്ടത്. ഈ അദ്ദേഹത്തിന്റെ ബാക്കപ്പ് ആയിട്ട് പ്രശാന്ത് നായർ എന്ന് പറഞ്ഞ മലയാളിയുണ്ട്. അപ്പൊ ഒന്നുകിൽ ശുഭാംശു ശുക്ല, അദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ലെങ്കിൽ പ്രശാന്ത് നായർ ആയിരുന്നാണ് ഇപ്പം ഈ പറഞ്ഞ ആക്സിയം 4 മിഷന്റെ ഭാഗമാവുന്നത്. അപ്പം അതെല്ലാം ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു കൺസിഡർഡ് ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് കിട്ടണം ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റിനെ കുറിച്ച്. ഇവർക്ക് നമ്മളെ സ്വന്തം ഗഗൻയാൻ മിഷൻ വഴി സ്പേസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അതിനുവേണ്ടിയാണ് ഇത്രയും പൈസയൊക്കെ ചെലവാക്കി അങ്ങോട്ടേക്ക് അവരെ അയച്ചേക്കുന്നത്. പിന്നെ സ്പേസ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ സംഭവം കഴിഞ്ഞ ഒരു 3-4 ഡെക്കേഡിനകത്ത് വെച്ച് ഒരുപാട് മാറി. രാകേഷ് ശർമ്മ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ സ്പേസ് ട്രാവലർ എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം പോയ സമയത്ത് ഉള്ള പോലെ അല്ല ഇന്നത്തെ സ്പേസ് എന്ന് പറയുന്ന ആ ഒരു രംഗം. ഇപ്പൊ നമ്മൾ ഇന്റർനെറ്റ് വരെ കൊടുക്കുന്ന സ്പേസ് വഴി, സാറ്റലൈറ്റ്സ് വഴിയാണ്. ഇപ്പൊ സ്റ്റാർലിങ്ക് എന്നൊക്കെ പറഞ്ഞ എലോൺ മസ്കിന്റെ കമ്പനിയൊക്കെ നിങ്ങൾക്ക് അറിയാം. രാകേഷ് ശർമ്മയൊക്കെ പോണ സമയത്ത് ആകെപ്പാടെ വാർത്താവിനിമയത്തിന് വേണ്ടി മാത്രം ആണ് മെയിൻലി യൂസ് ചെയ്തത്. പിന്നെ വെതർ ഫോർകാസ്റ്റിംഗൊക്കെയാണ് നമ്മുടെ സ്പേസ് എന്ന് പറയുന്ന സംഭവം കൂടുതലും ഉപയോഗപ്പെടുത്തിയിരുന്നത്. അപ്പോ ആക്സിയം എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. ഈ ആക്സിയം 4 എന്ന മിഷൻ ആക്സിയം ആണ് സംഘടിപ്പിച്ചേക്കുന്നത് ഇൻ അസോസിയേഷൻ വിത്ത് നാസ ആൻഡ് സ്പേസ് എക്സ്. ആക്സിയം എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. അപ്പോ എന്തായാലും ഇനി ഈ ഡ്രാഗൺ ക്രൂ ക്യാപ്സൂളൊക്കെ ഭാവിയിൽ നാസ ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ചൊക്കെ വലിയ സംശയങ്ങളുണ്ട്. കാര്യം ഈ സ്പേസ് എക്സിന്റെ ആണ് ഡ്രാഗൺ ക്രൂ ക്യാപ്സൂൾ. അപ്പൊ സ്പേസ് എക്സിന്റെ മുതലാളി ഓണർ എലോൺ മസ്കും ഡൊണാൾഡ് ട്രംപും തമ്മിൽ തെറ്റിയിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ ഭാവിയിൽ എലോൺ മസ്കിന്റെ കമ്പനി കുറെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. അപ്പൊ എന്തായാലും ട്രംപ് ഇപ്പം ഇന്ത്യക്കെതിരെ താരിഫ്സ് ഒക്കെ ഏർപ്പെടുത്തി ഒന്ന് ബുദ്ധിമുട്ടിച്ചെങ്കിലും ആക്സിയം 4 മിഷൻ വഴി ശുഭാംശു ശുക്ലയെ അങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യാൻ പഴയ പ്രസിഡന്റായ ജോയ് ബൈഡനുമായിട്ടാണ് ISRO കരാറുണ്ടാക്കിയിരുന്നത്. പക്ഷെ സ്റ്റിൽ ആ കരാറിനെ മാനിക്കാൻ ട്രംപ് തയ്യാറായത് വളരെ നല്ല കാര്യമാണ്. പിന്നെ ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉണ്ടല്ലോ 2030 ഡീകമ്മീഷൻ ചെയ്യും. ഇപ്പൊ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ സ്പേസിലുള്ള മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഏറ്റവും വലിയ വസ്തുവാണ്. അപ്പൊ അതിനെ ഡീകമ്മീഷൻ ചെയ്യാൻ വേണ്ടി 2030 അപ്പോ അതൊക്കെ അവിടെ പറയുന്നുണ്ട്. എന്തായാലും ഈ നാസയും പ്രൈവറ്റ് US കമ്പനീസായ ബ്ലൂ ഒറിജിനും എല്ലാം, ബ്ലൂ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഈ സ്പേസ് എക്സ് പോലെ, സ്പേസ് എക്സ് ലോകത്തിലെ ഏറ്റവും വലിയ റിച്ച് ആയിട്ടുള്ള മനുഷ്യനായ എലോൺ മസ്കിന്റെ ആവുമ്പോ ബ്ലൂ ഒറിജിൻ എന്ന് പറയുന്നത് ആമസോണിന്റെ ഫൗണ്ടറായ ലോകത്തിലെ 3rd റിച്ചസ്റ്റ് മാനായ ജെഫ് ബിസോസിന്റെ ആണ്. അപ്പൊ അവരെല്ലാം നമ്മളെ ഗഗൻയാൻ ഉൾപ്പെടെയുള്ള മിഷൻസ് ഉപയോഗപ്പെടുത്തുന്ന പറഞ്ഞിരിക്കുന്നത് കൂടുതലായിട്ട് സ്പേസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ കുറെ കാര്യങ്ങൾ, ഇത് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് ഈ ഫസ്റ്റ് എഡിറ്റോറിയൽ ഉള്ളത്. ഇനി സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ കോസ് ആൻഡ് ഇഫക്ട് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ഈ കോസ് ആൻഡ് ഇഫക്ട് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ ആക്ച്വലി
നമ്മളെ ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. സിറ്റിസൺഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് പല രീതിയിൽ കിട്ടും. നമുക്ക് ബൈ ബർത്താ കിട്ടിയേക്കുന്നത്. ഇതല്ലാതെ ബൈ രജിസ്ട്രേഷനും ബൈ നാച്ചുറലൈസേഷനും ഒക്കെ ഒരുപാട് പേർക്ക് നമ്മളുടെ സിറ്റിസൺഷിപ്പ് കിട്ടാറുണ്ട്. ഇപ്പോ ഇന്ത്യയിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് താമസിച്ച ആൾക്കാർ സിറ്റിസൺഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്താൽ ഇന്ത്യ ഗവൺമെന്റ് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കാം. ഇന്ത്യ ഗവൺമെന്റ് താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കണം, നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ എന്തായാലും ഇപ്പോ ആസാമിൽ നിന്നും അതുപോലെ ജമ്മു ആൻഡ് കാശ്മീർ, ഈ രണ്ട് സ്റ്റേറ്റുകളിലെ പ്രത്യേക രണ്ട് സ്റ്റേറ്റുകളും ബോർഡർ സ്റ്റേറ്റുകളാണ്, ബോർഡറിലുള്ള സ്റ്റേറ്റുകളാണ് ആസാമും ജമ്മു ആൻഡ് കാശ്മീരിലും. ഇവിടെ രണ്ടിടത്തുനിന്നും ഓരോ ആൾക്കാരെ ഫോറിനേഴ്സ് എന്ന മുദ്ര കുത്തി ഇന്ത്യയിൽ നിന്ന് ഡിപ്പോർട്ട് ചെയ്തു, ഇന്ത്യയിൽ നിന്ന് കയറ്റി അയച്ചു പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും. പക്ഷേ ഇതില് ആസാമിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് കയറ്റി വിട്ട സ്ത്രീയുടെ പേര്, സ്ത്രീയാണ് പുരുഷനാന്തോ, ജൈനാബ് ബീബി എന്നാണ്. പക്ഷേ ആസാമിന്റെ ഫോറിനേഴ്സ് ട്രിബ്യൂണലും ഗുവാഹട്ടി ഹൈക്കോർട്ടും ആ ഒരു ഡിപ്പോർട്ടേഷൻ സ്റ്റേ ചെയ്തേക്കാണ്, അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞേക്കാണ്. അതേപോലെ ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന് ഇതുപോലെ ഇപ്പൊ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇവിടെയുള്ള പാകിസ്ഥാനിലൊക്കെ കയറ്റിവിടുന്ന പറഞ്ഞതിന്റെ ഭാഗമായിട്ട് 38 വർഷം കൊണ്ട് ഇന്ത്യയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള്, അവർക്ക് 63 വയസ്സാകണ്ടുണ്ട്. അവരുടെ ഹസ്ബൻഡും ഒക്കെ കാശ്മീരിയാണ്, മക്കളും ഒക്കെ കാശ്മീരിൽ ജീവിക്കുന്നവരാണ്. പക്ഷെ അവർക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഇല്ല, പാകിസ്ഥാനി സിറ്റിസൺഷിപ്പ് ആണെന്നുള്ള പേരിൽ അവരെയും ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുകയാണ്. പക്ഷേ ആദ്യത്തെ കേസില് ആസാമിന്റെ ഹൈക്കോർട്ടായ ഗുവാഹട്ടി ഹൈക്കോർട്ടാണ് ഇടപെട്ടെങ്കിൽ രണ്ടാമത്തെ കേസില് ഈ കാശ്മീരിലെ കേസിൽ സുപ്രീം കോടതി ഇടപെട്ടു. എന്നിട്ട് അവരെ ഡിപ്പോർട്ടേഷനും ക്യാൻസൽ ചെയ്തു. എന്നിട്ട് അവരെയും തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞേക്കാം. ഇപ്പൊ ഈ രണ്ട് സംഭവങ്ങളും വെളിവാക്കുന്നത് ഇന്ത്യയിൽ താമസിക്കുന്ന ആൾക്കാർ, ലോങ് ടൈമിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണ്. ഈവൻ ഇഫ് ദേ ആർ മൈഗ്രൻസ്, ദെൻ ഓൾസോ വി ഷുഡ് ഹാവ് സം ഹ്യൂമെയിൻ അപ്രോച്ച് ഇൻ ദീസ് കൈൻഡ്സ് ഓഫ് മാറ്റേഴ്സ്. നമ്മൾ വെറുതെ അവർ അൺഡോക്യുമെന്റഡ് ആണ്, അവർക്ക് ഡോക്യുമെന്റ് ഇല്ല എന്നുള്ള പേരിൽ അവരെ ഫോറിൻ പൗരന്മാരായിട്ട് മുദ്ര കുത്തിക്കൊണ്ട് അവരെ കയറ്റി അയക്കുന്നതിന് അപ്പുറം മാനുഷികമായിട്ടുള്ള ചില പരിഗണനകളോടുകൂടി മാത്രമേ ഇത്തരത്തിലുള്ള കേസുകൾ കൺസിഡർ ചെയ്യാവൂ. അല്ലെങ്കിൽ ഒരുപാട് മനുഷ്യരുടെ ഭാവി അല്ലെങ്കിൽ ഒരുപാട് കുടുംബങ്ങളുടെ ജീവിതം ഒക്കെ താറുമാറാക്കാൻ അത്തരം ഡിസിഷൻസ് ഒരു പക്ഷേ കാരണമായേക്കാം. അപ്പോ അതാണ് ആക്ച്വലി എഡിറ്റോറിയലിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. പിന്നെ ആ കൂട്ടത്തിൽ ഇന്ത്യയുടെ പഴയ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടിനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം ആ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട്, ഈ ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് ഇവിടെ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് ഓഫ് 2019. എന്തായിരുന്നു സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട്? പൗരത്വ ഭേദഗതി നിയമം എന്ന് മലയാളത്തിൽ പറയുന്ന സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് എന്തായിരുന്നു എന്ന് ചോദിച്ചാല്, 3 ഇന്ത്യക്ക് അടുത്തുള്ള രാജ്യങ്ങൾ, 3 മുസ്ലിം മെജോറിറ്റി രാജ്യങ്ങളാണ്, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ആൻഡ് അഫ്ഗാനിസ്ഥാൻ. ഈ 3 രാജ്യങ്ങൾ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ആൻഡ് അഫ്ഗാനിസ്ഥാൻ, ഈ 3 രാജ്യങ്ങളിൽ താമസിച്ചിരുന്ന മുസ്ലിങ്ങൾ ഒഴികെയുള്ള 6 മതക്കാർ, മുസ്ലിങ്ങൾ ഒഴികെയുള്ള 6 മതക്കാർ എന്ന് പറയുമ്പോൾ ബുദ്ധമതക്കാർ, ഹിന്ദു മതക്കാർ, ക്രിസ്ത്യാനികൾ, ബുദ്ധമതക്കാർ, ജൈനമതക്കാർ, സിഖുകാർ, പാഴ്സികൾ. ഹിന്ദുമതം, ക്രിസ്ത്യൻ മതം, ബുദ്ധമതം, ജൈനമതം, സിഖുകാർ, പാഴ്സികൾ. ഈ 6 മതങ്ങളിലുള്ള ആൾക്കാര് ഈ പറഞ്ഞ 3 രാജ്യങ്ങളിൽ നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്ന്, ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നാൽ അവർക്ക് ഇവിടെ പൗരത്വം കൊടുക്കും. അതിന്റെ കാരണമായിട്ട് ഗവൺമെന്റ് പറഞ്ഞ റിലീജിയസ് പെർസിക്യൂഷൻ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ ഈ 6 മതങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷേ മുസ്ലിങ്ങളുടെ രാജ്യമാണ് ആ 3 രാജ്യങ്ങൾ എന്നുള്ളത് കൊണ്ട് മുസ്ലിങ്ങൾ അവിടെ റിലീജിയസ് പെർസിക്യൂഷൻ ഒന്നും നേരിടുന്നില്ല. സോ അവര് ഇന്ത്യ 2 കൈയും നീട്ടി സ്വീകരിച്ച് സിറ്റിസൺഷിപ്പ് കൊടുക്കുമെന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് ഭയങ്കര വിവാദമായി. കാരണം സിറ്റിസൺഷിപ്പ് ഒരിക്കലും ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് മതപരമായിട്ടുള്ള രീതിയിലല്ല സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തില് ഈ 3 രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ കൂടി അങ്ങനെ സിറ്റിസൺഷിപ്പ് കൊടുക്കുമ്പോൾ അതൊരു ഡിസ്ക്രിമിനേഷൻ വരും, അത് ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നൊരു പ്രശ്നമൊക്കെ വന്നു. അപ്പൊ അതുകൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളുടെയും കൂടെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ, ഇത്തരത്തിലുള്ള ഡിപ്പോർട്ടേഷൻസിനെയൊക്കെ, അവർ ഇന്ത്യയിൽ കാലാകാലങ്ങളായിട്ട് താമസിച്ചുകൊണ്ടിരുന്നവരാണെങ്കിൽ, ചിലപ്പോൾ സിറ്റിസൺസ് ആണെങ്കിൽ പോലും അവരിപ്പം മൈഗ്രേറ്റ് ചെയ്തൊക്കെ വേറെ രാജ്യങ്ങളിൽ വന്നിട്ട് ഇവിടെ സിറ്റിസൺഷിപ്പ് എടുത്തവരാണെങ്കിൽ പോലും ചിലപ്പോൾ അവരെ കയ്യിൽ ആ ഡോക്യുമെന്റ് ഒരു പക്ഷേ ഉണ്ടാവണമെന്നില്ല. ചിലപ്പം അതുകൊണ്ടൊക്കെ ആവാം ഒരു പക്ഷെ അവർ അൺഡോക്യുമെന്റഡ് ആയിട്ട് മാറുന്നതും ഒക്കെ. അപ്പൊ ഈ ഇതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ട്, അത് നീ പറഞ്ഞിട്ടില്ല, ഞാൻ പറയുന്നതാണ്. ഈ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ മൈഗ്രൻസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ആൾക്കാരെന്ന് പറഞ്ഞാൽ ശ്രീലങ്കയിലെ തമിലിയൻസ് ആണ്. ശ്രീലങ്കയിലെ LTT പ്രോബ്ലം ഒക്കെ നടക്കുമ്പോൾ അവര് ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക്
ഇപ്പൊ വർഷങ്ങളായിട്ട് തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത്. അവരിൽ പലരും ഇപ്പൊ ശ്രീലങ്കയിലേക്ക് തിരിച്ചു പോകണമെന്ന് ഗവൺമെന്റ് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീലങ്കയിലേക്ക് ചെന്നപ്പോ ശ്രീലങ്കക്കാർ അവരുടെ കയ്യിൽ ശ്രീലങ്കൻ പൗരന്മാരാണ് തെളിയിക്കുന്ന രേഖകൾ ഇല്ലെന്നുള്ള പേരിൽ ശ്രീലങ്കക്കാർ അക്സെപ്റ്റ് ചെയ്തൊരു സിറ്റുവേഷൻ വന്നു. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവാം. അങ്ങനെയാകുമ്പം ഈ അവര് മൈഗ്രന്റ് ആയിട്ട് പോയ രാജ്യം അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അവർ ഏത് രാജ്യത്താണോ വന്നത് അവര് തിരിച്ച് അവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. സോ അവര് രാജ്യങ്ങളില്ലാത്ത ഏലിയൻസ് ആയിട്ടുള്ള പൗരന്മാരായിട്ട് ജീവിക്കേണ്ടി വരും. ഇതെല്ലാം നമ്മൾ ഇത്തരത്തിലുള്ള ഡിപ്പോർട്ടേഷൻസും എല്ലാം നടക്കുന്ന സമയത്ത് കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് ആണ്. അപ്പൊ അതൊക്കെയാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. പിന്നെ ഈ എഡിറ്റോറിയൽസിന് പുറമെ ഇന്നത്തെ ഹിന്ദുവിൽ ആർട്ടിക്കിൾസ് വായിക്കാൻ ഒന്നും അത്ര പാടുള്ള ആർട്ടിക്കിൾസ് അല്ല. അതാ ഇവിടെ കണ്ടോ, എ ലോഫ്റ്റി കോൺസെപ്റ്റ്, എ ഗവർണർ ആൻഡ് അൺവാണ്ടഡ് കോൺട്രവേഴ്സീസ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഇത് ആക്ച്വലി PDT ആചാര്യ എന്ന് പറയുന്നത് ആൾ എഴുതിയ, ഇങ്ങനെ പഴയ സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭയാണ്. ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ ആണ്. ഹീസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പെർട്ട്, ഹീസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സ്പെർട്ട്, ഭരണഘടനാ വിദഗ്ധനാണ്. അപ്പൊ ഈ കേരളത്തിന്റെ ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ രാജ്ഭവനിൽ നടക്കുന്ന പരിപാടികളിൽ, ഇപ്പം വെളിയിൽ രാജ്ഭവന് വെളിയിൽ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളിലും ഭാരതാംബയുടെ ചിത്രം വയ്ക്കുന്നു, ഭാരതാംബയുടെ ചിത്രത്തിൽ ഗാർലാൻഡ് ചെയ്യുന്നു, ആ ഭാരതാംബയുടെ ചിത്രത്തിൽ ഫ്ലോറൽ ട്രിബ്യൂട്ട്സ് കൊടുക്കുന്നു. ഈസ് ഇറ്റ് അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, is it okay? Because governor is a constitutional functionary. So, and even if governor is a constitutional functionary, he cannot take decisions on his own. He has to act according to the advice and aid of council of ministers of that particular state. ഇപ്പൊ കേരളത്തിലെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, മുഖ്യമന്ത്രിയുടെ അധീനതയിലുള്ള കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ എയ്ഡ് ആൻഡ് അഡ്വൈസിൽ മാത്രമേ ഗവർണർ ആക്ട് ചെയ്യാവുള്ളൂ, ഏത് സ്റ്റേറ്റിലാണെങ്കിലും. അപ്പൊ ആ മന്ത്രിസഭ പറയുന്നു ഇത് ഇത്തരത്തിലുള്ള ബിംബങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമ്പോ അത് അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അനുസരിച്ച് ഗവർണർ പ്രവർത്തിക്കാവൂ. ബട്ട് ദ ഗവർണർ ഈസ് നോട്ട് ഇൻ എ മൂഡ് ടു ലിസൺ ടു സച്ച് കൈൻഡ് ഓഫ് അഡ്വൈസസ്. സോ മെനി പ്രോബ്ലംസ് ആർ ഹാപ്പനിങ് ആൻഡ് in some places street wars are happening against the action of governor of the state. അപ്പം അതിന്റെ പശ്ചാത്തലത്തില് ഈ ഒരു ആർട്ടിക്കിൾ, അത് ഭയങ്കര ഭരണഘടന അതി പറഞ്ഞിട്ടില്ല, പക്ഷെ ചില കാര്യങ്ങൾ അതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഇന്നത്തെ ഒരു ആർട്ടിക്കിളായിട്ട് അത് വായിച്ചു നോക്കും. ഇനി താഴോട്ട് വരുമ്പോൾ ദ ആക്സിസ് ഓഫ് അപ്ഹീവൽ ഇൻ ദ വെസ്റ്റ് ഏഷ്യ കോൺഫ്ലിക്ട് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളും കാണാം. അപ്പോ ഇവിടെയും ഇറാൻ ഒറ്റപ്പെട്ടതിനെ കുറിച്ചൊക്കെയാണ്. ഇറാൻ, അതായത് ആക്സിസ് ഓഫ് അപ്ഹീവൽ കൊടുത്തെങ്കിൽ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നുള്ളൊരു സംഭവം ഉണ്ട്. ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ഇറാൻ പോറ്റി വളർത്തിക്കൊണ്ടുവന്ന ഷിയ മുസ്ലിം ഓർഗനൈസേഷൻസ് ആണ് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറാൻ വളർത്തിക്കൊണ്ടുവന്ന ഹമാസ് എവിടത്തെ ഗാസയില, ഹിസ്ബുള്ള ലെബനനില, ഹൂദീസ് യമനില, ഇവരൊക്കെ ആണ് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് അറിയപ്പെടുന്നത്. ഇറാനാണ് അവരെല്ലാം വളർത്തിക്കൊണ്ടത്. ഇറാന്റെ മെയിൻ ശത്രുവാണ് ഇസ്രായേൽ, ഇസ്രായേലിന്റെ മെയിൻ ശത്രുവാണ് ഇറാൻ. അപ്പൊ ആ ഇറാനിൽ ഇപ്പൊ എന്ത് സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയാം. ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്ന, അവർക്ക് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുന്ന പ്രോഗ്രാം ഉണ്ട് എന്നുള്ള പേരിൽ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ they started attacking Iran and its nuclear facilities. Since Iran's nuclear facilities are underground facilities which are more than 90 meters below the surface of the earth, normal bombs cannot destroy those facilities. So Israel needed bunker buster bombs. Those kinds of heavy duty bunker buster bombs are available only with USA. So Israel requested USA to participate in this short war and to destroy the nuclear facilities of Iran. US gracefully accepted that request and they used their bunker buster bombs. But still Iran's nuclear facilities were not totally destroyed as per the latest information provided by some of the experts of US defense team. അവർ പറഞ്ഞ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ പറ്റില്ല, കുറേയൊക്കെ നശിപ്പിക്കാനേ പറ്റുള്ളതാണ്. അപ്പൊ അതാണ് അവിടെ നടന്നത്. പക്ഷേ ഇങ്ങനെ ഒരു വാറിന് ഇറാൻ വിധേയമാകുമ്പോഴും ഇറാനെ സപ്പോർട്ട് ചെയ്യേണ്ട പല രാജ്യങ്ങളും ഇറാനെ സപ്പോർട്ട് ചെയ്തില്ല. ഇറാന്റെ സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞ ഈ ഇടയ്ക്ക് 2021 2025 ഇറാന് ആയിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്ത 2 രാജ്യങ്ങളാണ് റഷ്യയും ചൈനയും. ഈ 2 രാജ്യങ്ങളും നോക്കിക്കൊണ്ട് നിന്നല്ലാതെ ഒന്നും ചെയ്തില്ല.
റഷ്യയുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് പറയാം റഷ്യ പ്രീ ഓക്യുപ്പൈഡ് ആണ് ബിക്കോസ് ഓഫ് റഷ്യ യുക്രൈൻ വാർ. സോ ദേ കനോട്ട് ഇൻവോൾവ് ഇൻ അനദർ വാർ. സോ നമുക്ക് റഷ്യ അങ്ങ് വിട്ടേക്കാം. പക്ഷെ ചൈനയ്ക്ക് വേണമെങ്കിൽ അനുകൂലമായിട്ടൊരു വാക്കെങ്കിലും പറയാറുണ്ടല്ലോ. സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഉള്ള രാജ്യമാണ് ഇറാനായിട്ട്. സോ അത് അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തു. ദേ ഡിഡ്ന്റ്. ചൈനയും ചെയ്തില്ല അത്. അപ്പോ ഇറാൻ തീർത്തും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഇറാന്റെ കൂടെ നിൽക്കേണ്ട ഇസ്ലാമിക ലോകത്തെ പല രാജ്യങ്ങളും ഒരു തരത്തിലുള്ള സപ്പോർട്ടും കൊടുത്തില്ല. ചൈന സപ്പോർട്ട് കൊടുത്തില്ല. റഷ്യ സപ്പോർട്ട് കൊടുത്തില്ല. അപ്പൊ ഇതെല്ലാം ഇവിടെ പറയുന്നു. അപ്പൊ ഇത് ആക്ച്വലി ഈ ആർട്ടിക്കിള് പിന്നെ ഈ ചൈനയും റഷ്യയൊക്കെ വേണമെങ്കിൽ ഈ SCO എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ആണ്. ഇന്ത്യയിലെ മെമ്പറാണ് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ. SCO ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ മീറ്റിംഗ് ഇപ്പൊ ചൈനയിൽ വെച്ചാണ് നടക്കുന്നത്. ആ മീറ്റിംഗിന്റെ വേളയിൽ ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് ഈ പറഞ്ഞ ഇസ്രായേൽ അഗ്രഷന് എഗെയിൻസ്റ്റ് ആയിട്ട് SCOയിൽ അവരിറക്കി, ഇറാൻ അനുകൂലമായിട്ട്. പക്ഷെ അതിൽ ഇന്ത്യ സൈൻ ചെയ്തില്ലായിരുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇത് വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു ആർട്ടിക്കിൾ ഇതൊന്ന് വായിച്ചു നോക്കുള്ളൂ. പിന്നെ വേറെ ആർട്ടിക്കിൾസ് ഇപ്പോഴത്തെ ഇന്നത്തെ എല്ലാ ആർട്ടിക്കിൾസും എളുപ്പമാണ്. ഈ എനേബിളിംഗ് വോട്ടിംഗ് റൈറ്റ്സ് ഫോർ മൈഗ്രൻസ് എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ഉണ്ട്. അതായത് മൈഗ്രൻസ് ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ പലപ്പോഴും വോട്ട് ചെയ്യാൻ പറ്റാതെ അവർക്ക് വോട്ടവകാശം നഷ്ടപ്പെട്ടു പോകുന്നു. അത് നമുക്കറിയാം. ഇപ്പൊ ബീഹാറിൽ തന്നെ ഇലക്ഷൻ വരാൻ പോയാണ് ഈ വർഷം സെക്കൻഡ് ഹാഫില്. ബീഹാറുകളാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ മൈഗ്രൻസ് ആയിട്ട് താമസിക്കുന്നത്. കേരളം ഒഴിച്ച് മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളിലും ബീഹാറി മൈഗ്രന്റ് പോപ്പുലേഷൻ ഉണ്ട്. അപ്പൊ അവർക്ക് അവരുടെ നാട്ടിൽ പോയി വോട്ട് ചെയ്യാൻ പറ്റുമോ? കാര്യം അവർക്ക് അവരുടെ നാട്ടിൽ പോയി വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലിയാണ്. അവരുടെ മീഗർ സാലറിയിൽ അത് നടക്കാത്ത കാര്യമാണ്. അപ്പൊ അവരവരുടെ നാട്ടിലെ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ അവർക്ക് ഭാഗമാകാൻ പറ്റുന്നില്ല. അപ്പൊ എങ്ങനെ അവരെ ഡെമോക്രാറ്റിക് പ്രോസസ്സിന്റെ ഭാഗമാക്കാം? ബിക്കോസ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഈസ് ദെയർ ഇൻ ഇന്ത്യ. ഇറ്റ് ഈസ് വോട്ടിംഗ് റൈറ്റ് ഈസ് ദ ബേസിക് റൈറ്റ് ഓഫ് all individuals of India who are above the age of 18. സോ അവർക്ക് എങ്ങനെ വോട്ടിംഗ് റൈറ്റ് ആക്സസിബിൾ ആക്കാം? അതിന്റെ കുറെ സജഷൻസ് ആയി പറഞ്ഞേക്കുന്നത്. പോസ്റ്റൽ വോട്ട് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ റിമോട്ട് വോട്ടിംഗ് മെഷീൻ പറഞ്ഞൊരു സംഭവം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ ഈ EVM ഉണ്ടല്ലോ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, അതുപോലെ RVM ഉണ്ട്, റിമോട്ട് വോട്ടിംഗ് മെഷീൻ. അപ്പം അങ്ങനെ വല്ല സംവിധാനം, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിൽ ചർച്ച ചെയ്തേക്കുന്നു. അപ്പൊ അതും നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്നതാണ്. വായിച്ചു. പിന്നെ ഷുഡ് ദ മെത്തേഡ് ഓഫ് കൗണ്ടിങ് കാസ്റ്റ് ചേഞ്ച് എന്നൊരു ന്യൂസ് ഉണ്ട്, ആർട്ടിക്കിൾ ഉണ്ട്. You all know our census is going to happen in the next year. In 2026, our census will start, and 2027, the census will be concluded. The speciality of this, the upcoming census is that for the first time after independence, it has been decided to count the caste also in the census. So there is a caste census in this census. There is a caste census also included in this census. അപ്പോൾ ഒരു സെക്കൻഡറി പരിപാടിയായിട്ട് കാസ്റ്റ് സെൻസസ് നടക്കും. അതാണ് ഈ സെൻസസിന്റെ പ്രത്യേകത. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ആർട്ടിക്കിളിൽ ഉള്ളത്. അപ്പൊ അതിനടുത്ത പേജ് വേണ്ട, അതിനടുത്ത പേജിലേക്ക് പോകുമ്പോ Pilgrims visit Mount Kailas Manasarovar after 6-year wait. Manasarovar, Kailas Manasarovar. എല്ലാവർക്കും അറിയാം, ഹിന്ദു ഗോഡായ ശിവഭഗവാന്റെ താമസ സ്ഥലം എന്ന് പൊതുവെ ഹിന്ദുക്കൾ കരുതുന്ന സ്ഥലമാണ് കൈലാസ് മാനസരോവർ എന്ന് പറയുന്നത്. അത് അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിലല്ല, ഇപ്പം അത് ടിബറ്റിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചൈനീസ് വിസ ഉള്ളവർക്ക് മാത്രമേ അവിടെ പോകാൻ പറ്റൂ. കഴിഞ്ഞ 5-6 വർഷം ചൈനയും ഇന്ത്യയുമായിട്ട് വലിയ പ്രശ്നങ്ങൾ നിലനിന്നുകൊണ്ട് ചൈന വാസ് നോട്ട് ഇഷ്യൂയിങ് വിസാസ് ഫോർ ഇന്ത്യൻ പിൽഗ്രിംസ് ടു വിസിറ്റ് കൈലാസ് മാനസരോവർ. ബട്ട് റീസെന്റ് ഇൻ ദ ലാസ്റ്റ് ഇയർ end, BRICS summit was happened in Russian city of Kazan എന്ന് പറഞ്ഞ സിറ്റിയിൽ. Our Prime Minister Narendra Modi and Chinese President Xi Jinping participated in that BRICS summit, and both of them discussed various bilateral issues. In that discussion, they decided to Chinese authority decided to give visas for this Kailas Manasarovar Yatra, and that Yatra has just resumed after a 6-year break. അതാണ് ഇവിടുത്തെ വേറെ ന്യൂസ് എന്ന് പറയുന്നത്. പിന്നെ
പിന്നെന്താണ്, പിന്നെ താഴോട്ട് വരുമ്പോ MSME, വാട്ട് ഈസ് MSME? മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. MSME മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. അല്ലാതെ ആ പേജിൽ വേറെ ന്യൂസ് ഒന്നുമില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ ഫുൾ ന്യൂസും അടിയന്തരാവസ്ഥ, എമർജൻസി ആയിട്ട് ബന്ധപ്പെട്ടാണ്. അതില് സംവിധാൻ ഹത്യാ ദിവസമായിട്ടാണ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ മർഡർ ഡേ ആയിട്ടാണ് ഗവൺമെന്റ് ഈ പറഞ്ഞ അടിയന്തരാവസ്ഥ ഇപ്പം ഒബ്സർവ് ചെയ്യുന്നത്. സംവിധാൻ ഹത്യാ ദിവസ്, കോൺസ്റ്റിറ്റ്യൂഷൻ മർഡർ ഡേ ആയിട്ടാണ് ഈ പറഞ്ഞ ജൂൺ 25 സെലിബ്രേറ്റ് ചെയ്യല്ല, ഒബ്സർവ് ചെയ്യുന്ന ഇന്ത്യയില് ഇപ്പോഴത്തെ ഗവൺമെന്റ്. പിന്നെ അത് കോൺഗ്രസ് ആയിട്ട് ബന്ധപ്പെട്ട, അത് പൊളിറ്റിക്സ് ആണല്ലോ, വലിയ കാര്യമൊന്നുമില്ല. ഹോം മിനിസ്റ്റർ അമിത് ഷാ ഇവിടെ ഒരു ഫോട്ടോ അവിടെ കാണാം. ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉണ്ട്, EC ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചീഫ് ആയിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ട്, ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആരാണ്? ജ്ഞാനേഷ് കുമാർ. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത പേജിൽ പോകുന്നു. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോ അവിടെ ഒരു പേജ് ഫുള്ളും ആക്സിയം ഫോർമേഷനെ കുറിച്ചും ശുഭാംശു ശുക്ലയെ കുറിച്ചുമാണ്. പ്രസിഡന്റ് ആൻഡ് PM ഹെയിൽ ശുക്ല സ്പേസ് ഒഡീസി, Lucknow cheers city boy, because Shubhamshu Shukla is a resident of Lucknow. Where is Lucknow? Lucknow is the capital of Uttar Pradesh. What is the peculiarity of Uttar Pradesh? Uttar Pradesh is the most populous state in India. And who is the chief minister of Uttar Pradesh? Yogi Adityanath is the chief minister of Uttar Pradesh. Capital of Uttar Pradesh is Lucknow. So അദ്ദേഹം ലക്നൌക്കാരനാണ്, അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ താഴോട്ട് വരുമ്പോ വീണ്ടും ആക്സിയം ഫോറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ. രാകേഷ് ശർമ്മയുടെ ലെഗസിയാണ് ശുഭാംശു ശുക്ലയെ കൂടെ മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് പറഞ്ഞേക്കുന്നു ഓൾ ന്യൂസ് ഐറ്റംസ് ഇൻ ദിസ് പർട്ടിക്കുലർ പേജ് ഈസ് അബൌട്ട് ആക്സിയം ഫോർമേഷൻ, അല്ലാതെ അവിടെ വേറെ ഒന്നും ഇല്ല. ഓക്കെ, അതിനടുത്ത പേജിൽ പോകുമ്പോ ബിസിനസ് പേജാണ്. ബിസിനസ് പേജിൽ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടാന്ന് നോക്കാം. ബിസിനസ് പേജിൽ ഫസ്റ്റ് ന്യൂസ്, റൂറൽ ഡിമാൻഡ് ലൈക്ലി റിക്കവേർഡ് എന്ന RBIയുടെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു. റൂറൽ ഡിമാൻഡ് is very much important for the growth of our economy. So once rural demand once rural demand starts recovery, that is a very good positive news for Indian economy. നമുക്ക് എല്ലാവർക്കും അറിയാം, last year there was very good monsoon. This year also we are getting a good monsoon. So rural economy is mainly dependent on agriculture. So once the monsoon is good, then definitely the agriculture will be improved. Bumper harvesting will be there. So obviously rural economy will be good, will be in a very good condition. അപ്പൊ അതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അത് നമ്മളുടെ മൊത്തമുള്ള എക്കണോമിക് ഗ്രോത്തിനെയും ഇംപ്രൂവ് ചെയ്യിക്കും. ലേറ്റസ്റ്റ് എസ്റ്റിമേറ്റുകൾ പലതും പറയുന്നത് ഇന്ത്യ വിൽ grow at a better than expected rate this year, that is around 6.5% rate അല്ലെ നമ്മൾ ഗ്രോ ചെയ്യുമെന്നാണ് മിക്കവാറുള്ള ഏജൻസീസ് ഒക്കെ ഇപ്പോൾ പറയുന്നത്. You all know the world has many geopolitical problems like Ukraine-Russia war, Israel-Palestine war, means Israel-Gaza war, Israel-Iran war. പക്ഷെ സ്റ്റിൽ നമ്മൾ ഇന്ത്യൻ എക്കോണമി ഇൻ എ വെരി ഗുഡ് ഷേപ്പ്. അതിൽ നമുക്ക് അഭിമാനിക്കാം, അതിൽ നമുക്ക് സന്തോഷിക്കാം. ഓക്കെ, അത് അവിടെ പറയുന്നുണ്ട്. പിന്നെ IRDA കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. വാട്ട് ഈസ് IRDA? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഇൻഷുറൻസ് സെക്ടറിന്റെ റെഗുലേറ്റർ ആണ്. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, IRDA. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഹൈദരാബാദാണ്. IRDAയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. IRDAയുടെ ചെയർമാൻ ദേബാശിഷ് പാണ്ഡ ആണ്. ദേബാശിഷ് പാണ്ഡ. പിന്നെ PLI കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. PLI എന്താണ്? പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്. ഇന്ത്യയിൽ ചില സെക്ടറുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നൊരു സ്കീമാണ് PLI, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് എന്നുള്ള സ്കീം. അതിനടുത്ത പേജിൽ പോകുമ്പോ ഒരു ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള മനുഷ്യൻ സൊഹ്റാൻ മംദാനി എന്ന് പറഞ്ഞ ആള് ഒരുപക്ഷെ ന്യൂയോർക്ക് മേയർ ആവാൻ സാധ്യതയുണ്ട്. ന്യൂയോർക്ക് ഈസ് ദ ലാർജസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ്. ന്യൂയോർക്ക്. അവിടുത്തെ മേയർ ഇലക്ഷനിൽ വെറും
3 വയസ്സ് മാത്രമുള്ള ഒരു ഇന്ത്യൻ ഒറിജിൻ മനുഷ്യൻ മേയറാവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ തൽക്കാലം എഴുതണ്ട, സാധ്യതയേ ഉള്ളൂ. കണ്ട, സ്ട്രൈക്ക് സെറ്റ് ബാക്ക് ഇറാൻസ് ന്യൂക്ലിയർ സൈറ്റ്സ് ഡിഡ് നോട്ട് ഡിസ്ട്രോയ് ദം, ക്ലെയിംസ് US ഒഫീഷ്യൽസ്. കണ്ടോ, ഇറാനെ ഇത്രയൊക്കെ അറ്റാക്ക് ചെയ്തെങ്കിലും ഇറാൻ ക്യാൻ ഈസിലി റീബിൽഡ് ദെയർ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ബിക്കോസ് Israel and US, both of them were not able to completely destroy the nuclear facilities of Iran. Some damages only happened. So if Iran wants, they can easily rebuild their nuclear sites. So Israel and the US didn't completely destroy the nuclear capability of Iran. They just they could somewhat delay their nuclear program. That is the only thing they achieved through this short time war. ഈ ഒരു ഷോർട്ട് ടൈം വാർ കൊണ്ട് അവർ ഉദ്ദേശിച്ച ഒരു ഫലവും കിട്ടിയെന്നുള്ളതാണ് സത്യം. പിന്നെ നാറ്റോയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. നാറ്റോ, വാട്ട് ഈസ് നാറ്റോ? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. നാറ്റോ ഈസ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ഇറ്റ് ഈസ് എ US-led military alliance. It's a US-led military alliance, NATO, North Atlantic Treaty Organization, and its headquarters is in Brussels. Brussels is the capital of Belgium. Brussels is the capital of Belgium. The headquarters of NATO is in Belgium, and the headquarters of European Union is also in Belgium. Headquarters of European Union is also in Belgium. പിന്നെ യുകെയുടെ പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാമറിന്റെ പേര് ഇവിടെ കാണാം. യുകെയുടെ പ്രൈം മിനിസ്റ്റർ ആണ് കീർ സ്റ്റാമർ. യുകെയുടെ പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാമർ. ഇത്രയാണ് ആ പേജ്. അതിനടുത്ത പേജ് ഇപ്പൊ സ്പോർട്സ് പേജ്. സ്പോർട്സ് പേജിൽ ഈ പേജിലൊന്നും പറയാനില്ല, ക്രിക്കറ്റിനെ കുറിച്ചാണ് ഇവിടെ വേറെ ഒന്നും പറയാനില്ല. പിന്നെ എല്ലാ ദിവസത്തെയും പോലെ ക്ലബ് ഫുട്ബോൾ വേൾഡ് കപ്പിനെ കുറിച്ചൊരു ന്യൂസ് കാണാം. അത് ലോസ് ആഞ്ചലസിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നീരജ് ചോപ്രയുടെ ഒരു ഫോട്ടോ കാണാം. നീരജ് ചോപ്ര എന്ത് നേടി? നീരജ് ചോപ്ര ഇപ്പൊ തുടർച്ചയായിട്ട് 2 ഡയമണ്ട് ലീഗുകളിൽ ചാമ്പ്യനായി. ഡയമണ്ട് ലീഗ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പുകളാണ്. ആ ഡയമണ്ട് ലീഗിൽ ഒരു വിന്നർ ആവുക തന്നെ വലിയ പാടാണ്. പക്ഷെ ഡയമണ്ട് ലീഗിൽ ഇപ്പൊ അടുപ്പിച്ച് 2 ഡയമണ്ട് ലീഗുകളിൽ നീരജ് ചോപ്ര 1ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. അപ്പൊ അദ്ദേഹം ഇന്ത്യ കണ്ട എക്കാലത്ത് ഏറ്റവും വലിയ അത്ലറ്റായിട്ട് മാറിക്കഴിഞ്ഞു. ഇനി അതിലും വലിയ ആൾക്കാർ വരുന്നത് വരെ അദ്ദേഹം തന്നെ ആയിരിക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ അത്ലറ്റ്, നീരജ് ചോപ്ര. ഓക്കെ, താങ്ക് യു.